നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാൻ നയതന്ത്ര തലത്തിൽ പുതിയൊരു തന്ത്രത്തിലൂടെ അവരെ നേരിടാൻ ഒരുങ്ങുകയാണ്. അവരുടെ വിവിധ രാജ്യങ്ങളിലുള്ള എംബസികളിലൂടെയാണ് ഇറാൻകാരോട് ഇവർ ചില ആഹ്വാനങ്ങളും ചില നിർദ്ദേശങ്ങളുമൊക്കെ ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ജാൻ ഫദ എന്നാണ്, അതായത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ജാൻ ഫദ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ ചാവേർ ആക്രമണം ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ഇറാൻ എംബസിയാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ സേവന പോർട്ടലിലേക്ക് സേവനം ആവശ്യപ്പെടുന്ന ഇറാൻകാരോടെല്ലാം ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് അവർ നൽകുന്നത്. ഇതിൽ ചേരാനാണ്, ജാൻഫദയിൽ ചേരാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും അവർ അനുവദിക്കാറില്ല. എന്നാൽ ഇറാൻ എംബസി പറയുന്നത് ഇതൊരു സാധാരണ കാര്യം മാത്രമാണ്, ഇത് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് എന്നൊക്കെയാണ്. കാരണം രാജ്യം ഇപ്പോൾ വലിയ യുദ്ധം നേരിടുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇറാന് പരമാവധി ആളുകളുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളിത് ചെയ്യുന്നത് എന്നാണ്. മാത്രമല്ല, നേരത്തെ തന്നെ ഇറാൻ സൈന്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGCയെ അന്താരാഷ്ട്ര ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്നും വിലക്കണമെന്നൊക്കെയുള്ള ആവശ്യം നിരന്തരമായി ഉയരുന്നുണ്ടായിരുന്നു. നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ തന്നെ ഈ സംഘടനയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം നിലവിൽ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യവും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും അമേരിക്കയും ഇസ്രായേലിനെയും തങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇതിനായി വിവിധ രാജ്യങ്ങളിലുള്ള എംബസി വഴിയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. ഇത് ഇപ്പോൾ ലണ്ടനിൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലും ഈ സംരംഭം ഇവർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ തന്നെ പരമാവധി തീവ്രവാദ പ്രവർത്തനം വളർത്താനുള്ള ഒരു പരിപാടിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. നയതന്ത്ര വിദഗ്ധരായ പലരും പറയുന്നത് ഈ നടപടിയെ മുളയിലെ നുള്ളിക്കളയണമെന്നാണ്. കാരണം അതല്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പമല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. എങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നത് ആത്യന്തികമായി അതാത് രാജ്യങ്ങൾക്ക് തന്നെ ദോഷകരമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, UK ഈയിടെയായി പല യഹൂദ സമൂഹങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ ഇറാനാണോ എന്നുള്ള സംശയം വരുന്നുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡ് തന്നെ ഇതേ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ജാൻ ഫദ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനായി ഇപ്പോൾ ഇറാൻകാരോട്, അതായത് രാജ്യാഭിമാനികളായ രാജ്യസ്നേഹികളായ ഇറാൻകാരോട് ഈ എംബസിയുടെ ഈ സേവന പോർട്ടൽ വഴി ഇവർ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇവിടെ ജനന മരണ രജിസ്ട്രേഷനും മറ്റുമായൊക്കെ എത്തുന്ന ഇറാൻകാർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഈ ജാൻ ഫദയിൽ ചേരണം എന്നുള്ള ഒരു ആവശ്യവും കൂടി അവിടെ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ വിവിധ രാജ്യങ്ങളിലെ എംബസികളിൽ എത്തുന്ന ഇറാൻകാരോടൊക്കെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ചേരാൻ അവർ ആവശ്യപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇതിന് സമാനമായ രീതിയിൽ ഓസ്ട്രേലിയയിലെ കാൻബറയിലും അവിടുത്തെ എംബസിയും ഈ ജാൻ ഫദയ്ക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നതായി വിവരം ലഭിച്ചതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. ഏതായാലും ഇറാൻ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പ്രവർത്തനം ഒരുപക്ഷെ അവർ അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അതാത് രാജ്യങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ എംബസികൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഒരുപക്ഷെ ഈ പറയുന്ന ആഹ്വാനത്തിന് ബന്ധമുണ്ട് എങ്കിൽ അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളത് കൊണ്ട് ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ആഹ്വാനങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് തന്നെ വിനയായി മാറും എന്ന തിരിച്ചറിവിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പലതും.